ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. എല്ലാ സംശയങ്ങളും കൂടി ഒരു വീഡിയോയിലേക്ക് ഒതുക്കുന്നത് പ്രായോഗികപരമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, എങ്കിലും ചില ചോദ്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾക്കറിയാലോ, കിട്ടിയവർ ചോദിക്കുന്ന ചോദ്യമാണ്, സാർ എനിക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളിലാണ് ലഭിച്ചത്, ഞാൻ അവിടെ പോയി അഡ്മിഷൻ എടുക്കേണ്ടതുണ്ടോ? ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്താൽ പോരെ? അതിൻ്റെ ഉത്തരം കൃത്യമായി പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏതൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഏതൊരു 49ാമത്തെ സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ പോലും നിങ്ങളുടെ കൈകളിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുമായി ആ സ്കൂളിലേക്ക് ചെന്ന് താൽക്കാലികമായെങ്കിലും ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സ്കൂളിലേക്ക് ഒരു പടി പോലും കയറാൻ താല്പര്യമില്ലെങ്കിൽ പോലും നിങ്ങൾ ടെമ്പററിയോ പെർമനൻ്റോ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല. ഈ അലോട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. ഓക്കെ, സോ കിട്ടിയവരെന്തായാലും HSCയെ കുറിച്ചാണ് പറയുന്നത്. HSCയിൽ കിട്ടിയവരെന്തായാലും എന്ത് ചെയ്യണം? ആ കിട്ടിയ സ്കൂളിൽ ഇഷ്ടമില്ലാതെയാണെങ്കിൽ പോലും അവിടെ നാളെയോ മറ്റന്നാളോ 3, 4, 5 ഈ 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പോയി അഡ്മിഷൻ എടുത്തേ പറ്റുള്ളൂ. ഇനി അവിടെ പോയി എന്നിരിക്കട്ടെ, എന്താണ് അടുത്ത പ്രൊസീജിയർ? നിങ്ങളുടെ കൈകളിൽ എല്ലാത്തിൻ്റെയും അസൽ സർട്ടിഫിക്കറ്റുകൾ, എന്താ ഈ അസൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എന്തെല്ലാം സർട്ടിഫിക്കറ്റുകൾ? നിങ്ങൾ എന്തൊക്കെ ടിക്ക് ചെയ്തിട്ടുണ്ടോ, അതായത് ടൈ ബ്രേക്കിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലേ, ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ വേണം. NMMS ഉണ്ടെങ്കിൽ, USS ഉണ്ടെങ്കിൽ, LSS ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. നിങ്ങൾ EWS റിസർവേഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, പട്ടികജാതി പട്ടികവർഗ വരുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ ജാതി മതം SSLCയിൽ കാണിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രത്യേക സംവരണമുള്ളവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. SSLCയിൽ നിങ്ങളുടെ കാറ്റഗറി, അതായത് നിങ്ങൾ ഇസ്ലാം മാപ്പിളാണെങ്കിൽ ഇസ്ലാം മാപ്പിള, ഹിന്ദു OBC ആണ് ഹിന്ദു OBC, അത് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, SSLC സർട്ടിഫിക്കറ്റ് മതി. അപ്പോൾ നിങ്ങൾ പറയും, സാർ എൻ്റെ കയ്യിൽ SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. എടാ, നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ടീച്ചർമാർക്കും എല്ലാവർക്കും അറിയാം. ആ കാരണം കൊണ്ട് SSLC സർട്ടിഫിക്കറ്റ് കയ്യിലില്ല എന്ന കാരണം കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ അഡ്മിഷൻ പുറത്താക്കില്ല. നിങ്ങൾക്ക് ഇതെല്ലാം കാണിക്കുന്ന പുതിയൊരു ലിങ്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണിക്കാം. നിങ്ങൾ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യണം, അവിടെ നിങ്ങളുടെ കാറ്റഗറി, അതായത് നിങ്ങൾ ഏത് ജാതി മതം എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എന്ത് ചെയ്താൽ മതി, അവിടെ കൊടുത്താൽ മതി. എന്തായാലും അതിന് പ്രശ്നപരിഹാരം അവിടെ തന്നെയുണ്ട് എന്നർത്ഥം. അതായത് SSLCയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ സെൻറ്ററിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ പുറത്താക്കില്ല. അതിനുള്ളൊരു സമയം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ സ്കൂളുകളിൽ എത്തിക്കഴിഞ്ഞാൽ അറിയിക്കും. അത് അവിടുന്ന് വാങ്ങി ആ സമയം കൊണ്ടു കൊടുത്താൽ മതി. ജൂൺ 3, 4, 5 ഈ 3 ദിവസം കൊണ്ട് ചിലപ്പോൾ SSLCയുടെ സർട്ടിഫിക്കറ്റ് എത്തില്ല. ആ കാരണം കൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഒരിക്കലും പുറന്തള്ളപ്പെട്ടു പോവുകയില്ല. ഓക്കെ, ബാക്കി സർട്ടിഫിക്കറ്റുകളൊക്കെ ഒറിജിനൽ വേണം. ഫോർ എക്സാമ്പിൾ, ഒരാൾ സ്ഥിരം താമസിക്കുന്ന ഒരു അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ കാണിച്ചത് മറ്റൊരു അഡ്രസ്സുമാണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ഇപ്പം താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സ് കാണിക്കണം. ഇപ്പം താമസിക്കുന്ന അഡ്രസ്സാണ് നിങ്ങൾ SSLCക്ക് കൊടുത്തതെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് മതി, ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് മതി. എന്നാൽ ഇപ്പോൾ കൊടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ കയ്യിലില്ലെങ്കിൽ ആ ആൾക്കാർ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇനി റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ അതും മതി. ഓക്കെ, എല്ലാവർക്കും ഞാനിപ്പോൾ പറയുന്നത് മനസ്സിലാവില്ല. ആ പ്രശ്നങ്ങൾ ഉള്ളവർക്കേ അത് കത്തുള്ളൂ. ഇനി എല്ലാവർക്കും അടുത്തൊരു പ്രശ്നം, ഒറിജിനൽ തന്നെ വേണോ? എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒറിജിനൽ തന്നെ വേണം, ഡ്യൂപ്ലിക്കേറ്റ് അവിടെ വാങ്ങി വെക്കൂല. ഓക്കെ, ഇനി അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്താണ്? ഇപ്പോൾ കിട്ടിയ കുട്ടികൾക്ക് നാളെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയതിൽ നിന്ന് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് കണ്ടിട്ടുണ്ടാകും. ആ സ്ലിപ്പ് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. അതിൽ കുറച്ച് പൂരിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്.
ഏത് ലാംഗ്വേജ് ആണ് പ്രിഫർ ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളത് സ്കൂളിൽ നിന്ന് പൂരിപ്പിച്ചാലും മതി. നിങ്ങളെ സഹായിക്കാൻ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. പക്ഷെ ആ സ്ലിപ്പിൽ എന്തുണ്ടാകും? അഡ്മിഷൻ ഫീസ് ഉണ്ടാകും, ഇത്ര രൂപ അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ പൈസ നിർബന്ധമായിട്ടും നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. അതിൽ കൂടുതൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അത് മിക്കവാറും PTA ഫണ്ട് ആയിരിക്കും ഉണ്ടാവുക. അത് ഓരോ സ്കൂളിൻ്റെയും സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ചും കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചും ആ ഫീസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ 500 രൂപയ്ക്ക് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്, 800 രൂപയൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചിലയിടത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചില സാധാരണക്കാരായ ജനങ്ങൾ പ്രതികരിക്കപ്പെടുമ്പോൾ പല PTA ഫണ്ടുകളും അഴിമതികളിലേക്ക് പോകപ്പെടുന്നു എന്നൊക്കെ കഴിഞ്ഞ വർഷത്തെ വീഡിയോകൾ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചെയ്തതല്ല, ന്യൂസ് ചാനലുകൾ ചെയ്തത് കേട്ടോ. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പലതുമായി മാറും. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഫീസ്, അഡ്മിഷൻ ഫീസ് എന്തായാലും കൊടുക്കണം. അതിൽ കൂടുതലൊരു പൈസ അവർ പറയുന്നുണ്ടെങ്കിൽ വ്യക്തമായി അന്വേഷിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ എന്നെ സ്നേഹിക്കുന്ന കുട്ടികളോടും രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളൂ. ഫീസിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി സെക്കൻഡ് ലാംഗ്വേജ്, നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂളിൽ കിട്ടിയിട്ടുണ്ടാകും. അവിടെ ചെന്നിട്ട് അവിടെ ചിലപ്പോൾ ഹിന്ദി ഉണ്ടാവും, അറബി ഉണ്ടാവും, ഉറുദു ഉണ്ടാവും, മലയാളം ഉണ്ടാവും. നിങ്ങൾക്ക് ഏതാണോ ലാംഗ്വേജ് പ്രിഫർ ചെയ്യുന്നത് അത് അവിടെ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അത് പൂരിപ്പിച്ച് കൊടുക്കണം. സ്ലിപ്പിൽ അത് പൂരിപ്പിക്കാനുണ്ട്. ചിലപ്പോൾ അവർ പറയും ഇതെടുത്തോ അതെടുത്തോ എന്നൊക്കെ പറയും. നിങ്ങളുടെ താല്പര്യമാണ് കേട്ടോ, നിങ്ങളുടെ താല്പര്യമാണ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം, സാർ ഇതൊക്കെ ഞാൻ ഇഷ്ടമില്ലാതെ പൂരിപ്പിച്ചു, എന്നാൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു സ്കൂളിൽ കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ട്. ഇനി കിട്ടിയാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് നല്ലൊരു ചോദ്യമാണ്. നിങ്ങളിപ്പോൾ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആ സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തു. ഇനി 2 ഓപ്ഷൻ ഉണ്ട്, താൽക്കാലികമുണ്ട്, സ്ഥിരമുണ്ട്. താൽക്കാലികമായി ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫീസും അടയ്ക്കാതെ അവിടെ പിന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാത്രം കൊടുക്കുന്നതിൻ്റെ പേരാണ് താൽക്കാലിക അഡ്മിഷൻ. ഫീസ് കൊടുക്കുകയാണെങ്കിൽ പെർമനൻ്റ് എന്ന് പറയും. ഇനി നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. നിങ്ങൾ ഇന്ന് തീരുമാനിക്കുകയാണ് എനിക്ക് ആ സ്കൂൾ മതി, ഞാൻ ആ കോഴ്സിന് പഠിക്കാൻ തയ്യാറാണ്. അതായത് ഇഷ്ടപ്പെട്ട 4 സ്കൂളുകളുടെ നേരെ താഴെയുള്ള 5ാമത്തെ സ്കൂളാണ് ആ കുട്ടിക്ക് കിട്ടിയത്. ആ 5ാമത്തെ കോഴ്സിനും സ്കൂളിലും പോകാൻ റെഡിയാണെങ്കിൽ ആ കുട്ടിക്ക് ആ സ്കൂളിൽ ചെന്നിട്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാം. നെക്സ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല. ആ കുട്ടിക്ക് 2 വർഷം ആ സ്കൂളിൽ പഠിക്കാം. എന്നാൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടി ഇഷ്ടമില്ലാത്ത സ്കൂളാണെങ്കിൽ അവിടെ ചെന്ന് ഫീസ് അടയ്ക്കാതെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? താൽക്കാലികമായി അഡ്മിഷൻ എടുക്കാം. എന്നിട്ടോ അതെങ്ങനെ എടുക്കുന്നത്? ആ സ്ലിപ്പ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് എടുക്കുക. ആ പ്രിൻ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൂരിപ്പിക്കേണ്ടത് അവിടെ നിന്ന് നിങ്ങൾ സ്കൂളിൽ പോയി പൂരിപ്പിച്ചാലും മതി. ആ പ്രിൻ്റ് അവിടെ കൊടുത്താൽ മതി. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഓക്കെ, ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കുന്നതോടുകൂടി കംപ്ലീറ്റ് കഴിഞ്ഞു. നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എഡിറ്റിംഗ് ചാൻസ് ഉണ്ട്. അതായത് 5ാമത്തെ ഓപ്ഷൻ ഒരു കുട്ടിക്ക് കിട്ടിയല്ലോ, ആ കുട്ടി ആ സ്കൂളിൽ ചെന്നു, താൽക്കാലിക അഡ്മിഷൻ എടുത്തു. ആ സമയത്ത് ഈ കുട്ടി പറയാണ്, സർ എനിക്ക് മുകളിൽ 4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ എനിക്ക് 2 ഒഴിവാക്കണം. ആ 2 എനിക്ക് കിട്ടിയാൽ ഞാൻ പോകാൻ റെഡിയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഹയർ ഓപ്ഷൻസിൽ, അടിയിലുള്ളതല്ല കേട്ടോ, ഇനി അടിയിലേക്ക് നോക്കുകയല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ 5ൻ്റെ തൊട്ട് താഴെയുള്ള 6 ആയിരുന്നുവെങ്കിൽ പോലും 6 ഇനി പരിഗണിക്കൂല കേട്ടോ. ഹയർ ഓപ്ഷൻസ്, ഉയർന്ന ഓപ്ഷൻസ് മാത്രമേ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് താൽക്കാലികമായി ജോയിൻ ചെയ്യുന്നവരുടേത് പരിഗണിക്കുള്ളൂ. സോ നിങ്ങൾ ആ സ്കൂളിൽ നിന്ന് പറയുകയാണ്, എനിക്ക് 5ാമത്തെ സ്കൂളാണ് കിട്ടിയത്, മുകളിലുള്ള 4 എണ്ണത്തിൽ 2 സ്കൂളുകൾ ഒഴിവാക്കണം. അപ്പോൾ അവരവിടെ ഒരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കുക. അവരാണ് എഡിറ്റ് ചെയ്യേണ്ടത്. അത് എഡിറ്റ് ചെയ്യാൻ ഒരു അക്ഷയക്കാർക്കോ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കോ ഒന്നും എന്തില്ല, അവകാശമില്ല. അത് സ്കൂൾ അധികൃതരാണ് അത് എഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ പാവപ്പെട്ട കിട്ടാത്തവരെ കുറിച്ച് പറയാം. കിട്ടാത്തവർ ഒന്നുമില്ല, സ്കൂളിലേക്ക് ഒന്നും പോകണ്ട, നല്ലോണം കിടന്നുറങ്ങുക. ഈ 3 ദിവസം ജൂൺ 10-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. അന്ന് കിട്ടുമല്ലേ എന്നുള്ളത് കാത്തിരിക്കുക. ഇതാണ് കിട്ടാത്തവർ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. തീർച്ചയായിട്ടും ഇത്തരം സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാകും. ഇനി അടുത്ത സംശയം, സാർ എൻ്റെ റാങ്ക് ഒന്ന് നോക്കി, എൻ്റെ റാങ്ക് സാറേ 543 സ്കൂളിൻ്റെ ലാസ്റ്റ് റാങ്ക് കാണിക്കുന്നത് 200. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുമോ? ഇങ്ങനെ ഒരു സംശയം ഒരു കുട്ടിക്കുണ്ട്. അതോടൊപ്പം തന്നെ, സാർ എനിക്ക് HSCയിൽ കിട്ടിയിട്ടില്ല, പക്ഷേ VHSCയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ HSCയിൽ കിട്ടിയിട്ടുണ്ട് VHSCയിൽ കിട്ടിയിട്ടില്ല, അല്ലെ 2ലും കിട്ടിയിട്ടുണ്ട്, അല്ലെ 2ലും കിട്ടിയിട്ടില്ല. ഈ കുട്ടികളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഈ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് തൊട്ട്
തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതും കൂടി കാണാൻ മറക്കരുത്. പിന്നെ ഇതുവരെ ഇവിടെ സ്ക്രീനിൽ വെറുതെ കൊടുത്തൊരു അക്ഷരങ്ങളുണ്ട്. +1 സയൻസിൻ്റെ +A ബുക്ക് ഇന്ന് 500 സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ 1500 ഉണ്ടായിരുന്ന സ്റ്റോക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇന്ന് പുതിയ സ്റ്റോക്ക് ഈദിന് വേണ്ടി ഞാൻ ഇറക്കിയതാണ്. 500 പുതിയ ബുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് ബുക്കുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. കേരളത്തിലുടനീളം പല ജില്ലകളിലെയും പല സ്കൂളിലേക്കും പോകാൻ പോകുന്ന കുട്ടികളുടെ കൈകളിൽ ഇന്ന് MS സൊല്യൂഷൻസിൻ്റെ +A ബുക്ക് സുഭദ്രമാണ്. അവരെല്ലാവരും പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ നിന്നോളി, സ്കൂൾ കിട്ടുന്ന നോക്കിയിരുന്നോളി. എന്തായാലും സയൻസിന് പോകാൻ റെഡിയാണോ എങ്കിൽ ഇതാ ഈ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. എനിക്ക് MS സൊല്യൂഷൻസിൻ്റെ +A ബുക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ട്. എന്നിരുന്നാലും എൻ്റെ വോയിസ് നിങ്ങൾക്ക് കിട്ടും, എൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും, എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അത് കണ്ട് കൃത്യമായി കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ബുക്ക് വാങ്ങിയാൽ മതി കേട്ടോ. ഓക്കെ, മറക്കരുത്. ഇത് സയൻസിന് മാത്രമേ ഉള്ളൂ. കൊമേഴ്സും ഹ്യൂമാനിറ്റീസും എന്നോടൊന്നും വിചാരിക്കരുത്, ഞാൻ അത്തരക്കാരനല്ല. ഞാൻ സയൻസാണ് എടുത്തത്. എനിക്ക് കൊമേഴ്സിനെ ഹ്യൂമാനിറ്റീസിനെ കുറിച്ച് കൃത്യമായൊരു ഐഡിയോളജി ഇല്ല. അതിൻ്റെ ഉള്ളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എല്ലാം ബേസിക്കൊക്കെ അറിയാമെന്നല്ലാതെ അതിനുള്ളിൽ എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കോൺഫിഡൻസ് അല്ല അത്തരം കാര്യങ്ങളിൽ. കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും, MS സൊല്യൂഷൻസിൻ്റെ +A ബുക്ക് നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ A+ കിട്ടിയിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, സോ തൊട്ടടുത്ത വീഡിയോയിൽ നിങ്ങളുടെ റാങ്കിൻ്റെയും അലോട്ട്മെൻറ്റിൻ്റെയും സംശയങ്ങളുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.